2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുൻപും ശേഷവും രാജ്യത്ത് രണ്ട് തരത്തിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. 2014 മുൻപ് രാജ്യത്തെ ഭരണകൂടങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളുമെല്ലാം നിർഭയമായി ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്ന മാധ്യമങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായിരുന്നു. 2014 ശേഷം രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പുറത്തിറക്കുന്ന മാനിഫെസ്റ്റോകളിലൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പ്രതിപാദിച്ചിട്ടില്ല. 2014 മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ലോകത്തെ ആകെയുള്ള 180 രാജ്യങ്ങളിൽ 140 ആയിരുന്നു. 2023 ഇന്ത്യ ഈ പട്ടികയിൽ 161 സ്ഥാനത്തേക്ക് ഇറങ്ങി. അതിനർത്ഥം രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിക്കാത്ത 10 വർഷങ്ങൾക്കാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത്. 2015 UK-യിലും 2023 US-ലും അദ്ദേഹം ചില മാധ്യമങ്ങളെ കണ്ടു എന്നത് മാത്രമാണ് ഇതിന് ഒരു അപവാദമായിട്ടുള്ളത്. മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് തൻ്റെ ഭരണകാലത്ത് പങ്കെടുത്തത് 117 പത്രസമ്മേളനത്തിലായിരുന്നു എന്നോർക്കണം. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും അഭിലാഷങ്ങളും ഒക്കെ നിറവേറ്റേണ്ട രാജ്യത്തെ പ്രധാനമന്ത്രി പോലും മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഈ കാലഘട്ടം ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ്. 2019 കോവിഡ് വന്നതിന് ശേഷം പാർലമെൻറ്റിലേക്കും കേന്ദ്ര മന്ത്രാലയങ്ങളിലേക്കും പ്രവേശിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങൾ കോവിഡിന് ശേഷവും തുടരുന്നു. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് രാജ്യത്ത് പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ BJP ഭരണകാലത്ത് ഉണ്ടാകുന്നു. 2018-ലും 2019-ലും കാശ്മീരിൽ നിന്നും അസമിൽ നിന്നും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും അനുമതി അനിവാര്യമായിരുന്നു. അതിനൊപ്പം തന്നെ വിദേശ മാധ്യമ പ്രവർത്തകരുടെ വിസകളും പെർമിറ്റുകളും പ്രവേശനവും രാജ്യത്തെ ഭരണകൂടം കർശനമായി നിരീക്ഷിക്കുന്നു. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്കിനെ വിമർശിക്കുന്ന BBC ഡോക്യുമെൻ്ററിയുടെ നിരോധനവും ഈ അടുത്ത് 2023 BBCയുടെ ഡൽഹി ഓഫീസിൽ നടത്തിയ റെയ്ഡുകളും വിദേശ മാധ്യമ പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ്. മുൻകാലങ്ങളിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കൊപ്പം മാധ്യമപ്രവർത്തകർ വിദേശ രാജ്യങ്ങളിൽ അനുഗമിക്കുന്ന പതിവുണ്ടായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ആ പതിവും ഇല്ലാതായി. UPA ഗവൺമെൻറ്റിന് ശേഷം അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് മാധ്യമപ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ 4 ഇരട്ടിയിലധികം വർദ്ധിച്ചു. 2014-ലും 2023-നും ഇടയിൽ ഇന്ത്യയിൽ തടവിലാക്കപ്പെട്ടത് 36 മാധ്യമ പ്രവർത്തകരാണ്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ കണക്കുകൾ പ്രകാരം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ഭരണകാലത്ത് 29 മാധ്യമ പ്രവർത്തകർ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും ഇതിന് മാറ്റമില്ല. 2014-ലും 2024-നും ഇടയിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം 28 ആണ്. അതോടൊപ്പം ഇന്ന് ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം കർശനമായി ഗവൺമെൻറ് നിരീക്ഷിക്കുന്നു. തങ്ങളെ പതിവായി വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരുടെ വീടുകളിലും മാധ്യമ സ്ഥാപനങ്ങളിലും തുടർച്ചയായി റെയ്ഡുകൾ നടക്കുന്നു. ഇതിനെയെല്ലാം മറികടക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ വർണ്ണിക്കുന്ന ഗോദി മീഡിയയായി തങ്ങളും പരിണമിക്കണം എന്ന യാഥാർത്ഥ്യം അവരിലേക്ക് എത്തുന്നു. ആ ഒരു അപകടത്തിന് വിധേയരാവുകയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും. ആ ഒരവസ്ഥയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ മാറ്റമുണ്ടാവാനുള്ള സാധ്യതയേയില്ല. 400 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒന്നൊന്നായി ജനാധിപത്യ രീതികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്ത് ഭൂരിപക്ഷ ജനതയുടെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഇതര മതസ്ഥരെ വെറുപ്പിലൂടെ കാണുന്ന രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിച്ച് ഭൂരിപക്ഷ ജനതയുടെ നായകനായി നരേന്ദ്രമോദി വീണ്ടും അവരോധിക്കപ്പെടുമ്പോൾ എതിർപ്പിൻ്റെ ശബ്ദം കുറച്ചെങ്കിലും ഉയരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ്.